നാവികസേനയുടെ കരുത്ത് ഇരട്ടിയാക്കാൻ പോകുന്ന മറ്റൊരു അഭിമാന വാർത്ത കൂടി പുറത്തുവരികയാണ്. ശത്രു കപ്പലുകളെയും അന്തർവാഹിനികളെയും നിശബ്ദമായി ചെന്ന് തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ സ്വന്തം ഇലക്ട്രിക് ഹെവി വെയ്റ്റ് ടോർപിഡോ തക്ഷക് ഉടൻ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. 2026 അവസാനത്തോടെ നമ്മുടെ അതിനൂതനമായ കൽവരി ക്ലാസ് സബ്മറീനുകളിൽ നിന്ന് തക്ഷക് പരീക്ഷിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണ് തക്ഷകിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇത് മറ്റ് ടോർപിഡോകളേക്കാൾ അപകടകാരി ആകുന്നത്? നമുക്ക് നോക്കാം. തക്ഷക് ടോർപിഡോയുടെ പരീക്ഷണങ്ങൾ അതീവ ജാഗ്രതയോടെ 2 പ്രധാന ഘട്ടങ്ങളിലായാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഡ്രൈ ആൻഡ് വെറ്റ് ഹാർബർ ട്രയൽസ് നടക്കും. ടോർപിഡോ വിക്ഷേപിക്കുന്ന സമയത്ത് അന്തർവാഹിനിയുടെ അതീവ സെൻസിറ്റീവായ സെൻസറുകൾക്കോ പുറം ഭാഗത്തെ കവചത്തിനോ യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഈ ഘട്ടം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഹാർബർ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം 2027 അതീവ നിർണായകമായ ലൈവ് ട്രയൽസ് ആരംഭിക്കും. യഥാർത്ഥ സ്ഫോടക വസ്തുക്കൾ നിറച്ച ടോർപിഡോകൾ ഉപയോഗിച്ച് സേവന കാലാവധി കഴിഞ്ഞ പഴയ കപ്പലുകളെയും സമുദ്രത്തിനടിയിലെ ലക്ഷ്യങ്ങളെയും തകർത്തുകൊണ്ടായിരിക്കും ഈ ഘട്ടം പൂർത്തിയാക്കുക. ഈ പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഏകദേശം 2867 കോടി രൂപയുടെ വമ്പൻ കരാറുകളിൽ പ്രതിരോധ മന്ത്രാലയം ഇതിനോടകം തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട്. 6.4 മീറ്റർ നീളമുള്ള ഈ രാക്ഷസൻ ടോർപിഡോയുടെ കരുത്ത് സിൽവർ ഓക്സൈഡ് ബാറ്ററികളാണ്. എന്നാൽ തക്ഷകിനെ ലോകോത്തര ആയുധമാക്കുന്നത് ഇതിലെ അതിനൂതനമായ ഗൈഡൻസ് സിസ്റ്റമാണ്. ഇന്ത്യയുടെ സ്വന്തം ഗതി നിർണയ സംവിധാനമായ നാവിക്, ആഗോളതലത്തിലുള്ള GPS എന്നിവയോടൊപ്പം റിംഗ് ലേസർ ഗൈറോസ്കോപ്പ് അധിഷ്ഠിത നാവിഗേഷനും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ സാങ്കേതിക മികവ് മുൻപത്തെ വരുണാസ്ത്ര ടോർപിഡോകളേക്കാൾ അസാമാന്യമായ കൃത്യതയോടെ ശത്രുക്കളെ തകർക്കാൻ തക്ഷകിനെ പ്രാപ്തമാക്കുന്നു. ഫൈബർ ഓപ്റ്റിക് വയർ ഗൈഡൻസ് സംവിധാനമുള്ളതിനാൽ സബ്മറൈനിലിരുന്ന് നിയന്ത്രിക്കാൻ കഴിയുമെന്നത് ഇതിന്റെ മറ്റൊരു സവിശേഷതയാണ്. പരീക്ഷണത്തിനിടയിൽ ആശയവിനിമയ വയർ വേർപെട്ടു പോയാൽ പോലും തക്ഷക് പതറില്ല. ലക്ഷ്യം സ്വയം കണ്ടെത്തി ആക്രമിക്കാനുള്ള ഓട്ടോണമസ് ശേഷി ഇതിനെ കടലിലെ ഏറ്റവും അപകടകാരിയായ ആയുധമാക്കി മാറ്റുന്നു. അന്തർവാഹിനികളെ സംബന്ധിച്ച് യുദ്ധമുഖത്തെ ഏറ്റവും വലിയ കവചം അവയുടെ നിശബ്ദതയാണ്. സാധാരണ ടോർപിഡോകൾ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് വിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശബ്ദം ശത്രുക്കളുടെ സോണാറുകൾക്ക് സബ്മറൈനിന്റെ സ്ഥാനം എളുപ്പത്തിൽ കാട്ടിക്കൊടുക്കാറുണ്ട്. എന്നാൽ ഇവിടെയാണ് തക്ഷക് വിപ്ലവം സൃഷ്ടിക്കുന്നത്. തക്ഷക് ഉപയോഗിക്കുന്നത് അതീവ നിശബ്ദമായ സ്വിം ഔട്ട് ലോഞ്ച് സിസ്റ്റമാണ്. ഇതിൽ ടോർപിഡോ സ്വന്തം കരുത്തിൽ പതുക്കെ പുറത്തേക്ക് നീങ്ങുന്നതിനാൽ വിക്ഷേപണ സമയത്ത് ശബ്ദം ഒട്ടും ഉണ്ടാകില്ല. ശത്രു കപ്പലുകൾ അപകടം തിരിച്ചറിയുന്നതിന് മുൻപേ അവരെ വേട്ടയാടാൻ ഈ സ്റ്റെൽത്ത് ഫീച്ചർ സഹായിക്കുന്നു. 40 കിലോമീറ്റർ ദൂരപരിധിയുള്ള തക്ഷകിന് സമുദ്രനിരപ്പിൽ നിന്നും 400 മീറ്റർ താഴ്ചയിൽ വരെ ചെന്ന് ശത്രുക്കളെ തകർക്കാൻ അസാമാന്യമായ ശേഷിയുണ്ട്. തക്ഷക് ടോർപിഡോയ്ക്കൊപ്പം ഇന്ത്യൻ നാവികസേനയിൽ വരാനിരിക്കുന്ന മറ്റൊരു വിപ്ലവകരമായ മാറ്റമാണ് AIP, എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ. സാധാരണ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾക്ക് ബാറ്ററികൾ ചാർജ് ചെയ്യാൻ ഇടയ്ക്കിടെ സമുദ്രോപരിതലത്തിൽ വരേണ്ടി വരാറുണ്ട്. എന്നാൽ AIP സംവിധാനം വരുന്നതോടെ നമ്മുടെ സബ്മറൈനുകൾ ആഴ്ചകളോളം വെള്ളത്തിനടിയിൽ തന്നെ അതീവ രഹസ്യമായി തുടരാൻ സാധിക്കും. ഈ വമ്പൻ പദ്ധതിക്കായി ഇന്ത്യയുടെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സും പ്രശസ്തമായ ഫ്രഞ്ച് കമ്പനിയായ നേവൽ ഗ്രൂപ്പും കൈകോർക്കുകയാണ്. തക്ഷക് ടോർപിഡോയോ നമ്മുടെ സബ്മറൈനുകളിലെ കോമ്പാക്ട് മാനേജ്മെന്റ് സിസ്റ്റവുമായി പൂർണ്ണമായി സംയോജിപ്പിക്കുന്നത് ഈ ഫ്രഞ്ച് കമ്പനിയാണ്. ഇതോടെ ഇന്ത്യയുടെ കൽവരി ക്ലാസ് സബ്മറൈനുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകവും പ്രഹരശേഷിയുള്ളതുമായ സ്റ്റെൽത്ത് പോർക്കപ്പലുകളായി രൂപാന്തരപ്പെടും. ചുരുക്കത്തിൽ കടലിനടിയിലെ ഇന്ത്യയുടെ പ്രതിരോധ കവചം ഇനി തക്ഷകിന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. DRDOയുടെ കീഴിലുള്ള നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത ഈ അത്ഭുത ആയുധം ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ അടയാളമാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തോടെ നമ്മൾ സ്വന്തം കരുത്തിൽ വളരുന്നത് കാണുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാം. സമുദ്രത്തിനടിയിലെ ഈ നിശബ്ദ വേട്ടക്കാരൻ നമ്മുടെ നാവികസേനയുടെ ഭാഗമാകുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശക്തി സമവാക്യങ്ങൾ തന്നെ മാറി.